ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 LD ക്ലർക്കിന് വേണ്ടിയിട്ട് കൊല്ലം അതേപോലെ കണ്ണൂർ ജില്ലകളിലെ LD ക്ലർക്കിൻ്റെ എക്സാമിൻ്റെ പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് എക്സാം നടന്നത് 17 ഓഗസ്റ്റിനാണ്, 2024 17 ഓഗസ്റ്റിനാണ് നടന്നത്. സോ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടുള്ള ഡിസ്കഷനാണ്, അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന 10th ലെവൽ, ഏകദേശം 10th ലെവൽ എക്സാമുകൾക്ക് ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് ശീലമായിരിക്കണം. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനൽ ആൻസർ കീറ്റ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡാണ്. സോ അത് എ കോഡാണ് ആൻസർ കീ ഉണ്ടാവുക, അത് ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ഏതാണെന്നുള്ളത് കിട്ടുമെന്നുള്ളത് എന്ത് ചെയ്യുക, അതും ഒന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്നുള്ളത് നോക്കിയാലാണ് നിങ്ങൾക്ക് പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഞാനെന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റിലത്തെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഗാസയിൽ നടക്കുന്ന, അതൊരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് കറണ്ട് അഫെയർ ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഓക്കെ, അത് മാലിദ്വീപായിരുന്നു. ഓക്കെ, മാലദ്വീപാണ് ആൻസർ നടന്നത് ആ ടൈമിൽ. അപ്പോൾ ഇത് കറണ്ട് അഫെയർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അഥവാ ചോദിക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണെങ്കിൽ ഒന്ന് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഒന്ന് കാര്യം, ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറുസലേമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം. പിന്നെ ഔദ്യോഗിക ഭാഷ ഹീബ്രു ഉണ്ട്, അതേപോലെ അറബി ഉണ്ട്. ഹീബ്രു ഒന്ന് വേണം ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ട് പഠിച്ചോണം. ഇപ്പോൾ ഉള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ബെന്യാമിൻ നെതന്യാഹുവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടി ഓർത്ത് വെക്കണം, കാരണം അതൊക്കെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആണ്. ഇടയ്ക്കൊക്കെ ചെറിയ എക്സാംസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അവിടുത്തെ കോയിൻ ഏതാണ് കേട്ടോ, നാണയ വ്യവസ്ഥ ഏതാണെന്നുള്ള ന്യൂ ഷെക്കലാണ് ഇസ്രായേലിൻ്റെ നാണയ വ്യവസ്ഥ. ഓക്കെ, ന്യൂ ഷെക്കൽ, അതുകൂടി ഒന്ന് ഓർത്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ഒന്നുമില്ല, ഫസ്റ്റിലത്തത് കിട്ടുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്. ഓക്കെ, ഇതൊക്കെ എത്രയോ പ്രാവശ്യം PSC റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇതും ചോദിച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനോ നെഹ്റുവിനോ ഒപ്പം നിർണായക പങ്കുവഹിച്ചത് ഇയാളാണ്. പിന്നെ അതേപോലെ ആ ടൈമിൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒത്തുചേരുന്ന ഒരാൾ മാത്രം ഇതിൽ വരുന്ന ആരാണ്, VP മേനോനാണ്. അപ്പോൾ ഇതിൽ ചില ആളുകളൊക്കെ ഡൗട്ട് വന്നിട്ടില്ല, KM പണിക്കറിലൊക്കെ കാര്യക്കുത്തും, അതൊന്നും ചെയ്തത് VP മേനോനാണ്. ഞാനൊന്ന് പറഞ്ഞുതരാം VP മേനോനെ പറ്റി. അപ്പോൾ VP മേനോൻ്റെ ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് VP മേനോൻ മലയാളി, ഒറ്റപ്പാലത്താണ് ജനനം. അപ്പോൾ VP എന്നുള്ളതിൽ നോക്കി ഒറ്റപ്പാലം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. VP മേനോൻ മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇല്ല, ഈ VP മേനോന് പകരം ഫുൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാപ്പള പങ്കുണ്ടി മേനോൻ എന്നാണ് മൂപ്പരുടെ ഫുൾ നെയിം. അപ്പോൾ ആ ഫുൾ നെയിം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ മെയിനായിട്ട് ഇദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ തലവനായിരുന്നു ഈ VP മേനോൻ എന്നുള്ള വ്യക്തി. ഇനി ഇദ്ദേഹത്തിന് 2 ബുക്കുകളുണ്ട്. ഒരു ബുക്കാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന, ഏതായിരുന്നു ഒരു ബുക്ക് നിങ്ങൾ നോക്കി, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, പിന്നെ രണ്ടാമത്തെ എന്താ, ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ആ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ ചിലപ്പോൾ ബുക്ക് മാത്രം എടുത്ത് ചോദിക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരുടെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിൽ പേരിൽ തന്നെ ഉണ്ടല്ലോ ഇൻ്റഗ്രേഷൻ, അതായത് നാട്ടുരാജ്യം സംയോജിക്കുകയാണ്. അത് നമുക്ക് VP മേനോനെന്ന് അറിയാം. അപ്പോൾ ബുക്കിൻ്റെ പേരും ഏകദേശം എന്താണ്, സെയിം ആണ്. പിന്നെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, അതുകൂടി ഓർത്തോക്കണേ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ 2 ഫേമസ് ബുക്കുകളാണ്. ഇനി ഇദ്ദേഹം 1951 എന്തുണ്ടായിരുന്നു, ഒഡീഷയുടെ ഗവർണറായിട്ട് സ്ഥാനമേറ്റിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇതൊക്കെ റാങ്ക് ഫയലിലുള്ള ഫാക്റ്റാണ്. ആ റാങ്ക് ഫയലിലെ എല്ലാ ഫാക്റ്റുകളും തന്നെ 4 എണ്ണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫാക്റ്റ് നിങ്ങൾക്ക് അറിയായിരുന്നെങ്കിൽ ആ VP മേനോൻ എന്ത് ചെയ്യായിരുന്നു, കുത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇതിലുള്ള മറ്റുള്ള വ്യക്തികളൊക്കെ ഇല്ലേ, ഇവരൊക്കെ ഫേമസ് വ്യക്തികളാണ് കേട്ടോ. C ശങ്കരൻ നായരൊക്കെ ഞാൻ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. INC പ്രസിഡൻ്റ് ആയിട്ടുള്ള മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ചേറ്റൂർ ശങ്കരൻ നായർ. അതേപോലെ KM പണിക്കറൊക്കെ പഠിക്കാനുണ്ട്, കേരള സിംഹം എന്നുള്ള ബുക്ക് എഴുതി. അപ്പോൾ അതൊക്കെ ഇവരൊക്കെ വേറെ പേഴ്സണാലിറ്റീസാണ്, പക്ഷേ അവർക്കൊക്കെ വേറെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം,
ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം കേട്ടോ. അതായത് നാറ്റോ എന്ന് പറയുന്നത് ഒരു വേൾഡ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആസ്ഥാനം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നാറ്റോയുടെ ആസ്ഥാനം ഏതാ? ബ്രസൽസ് ആണ്. ഓക്കെ, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. വേണേ ഒരു കണക്ഷൻ ഞാൻ മുന്നേ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഓർത്ത് വെച്ചായിരുന്നു കേട്ടോ. ഒരു ടൈമിൽ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു ബ്രസ. ബ്രസ നിങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നാട്ടിലെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു ബ്രസ. അപ്പോൾ നാറ്റോയുടെ ബ്രസൽസ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേണേ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. കാരണം ഈ വേൾഡ് ഓർഗനൈസേഷൻ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട് അതിൽ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതേപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താലേ എന്ത് ചെയ്യും, അവിടെ ഓർമ്മ ഉണ്ടാവും. കാരണം ഈ പാരീസും ജനീവയൊക്കെ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ് ജനീവ ആയിട്ട് വരുന്ന ആൻസറൊക്കെ വേറെ വരുന്നുണ്ട്. ഇനി ഞാൻ നാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. കാരണം നാറ്റോ അടക്കം മുമ്പ് ചോദിക്കുന്ന നാറ്റോ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നാറ്റോ. പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ ഒക്കെ യുദ്ധം അതിലൊക്കെ ഒരു ഈ നാറ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഒരു പങ്കുണ്ട്. അപ്പോൾ എന്തായി നാറ്റോ നടന്നത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ നടന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ സ്ഥാപിതമായത് 1949 അത് ഓർത്ത് നോക്കണം കേട്ടോ. ഡേറ്റ് ഒന്നും വേണ്ട, 1949. ഇനി ആസ്ഥാന ബ്രസൽസ് ഓൾറെഡി പറഞ്ഞു. അംഗരാഷ്ട്രങ്ങൾ 31 ഇപ്പോൾ 32 പേരുണ്ട്. ആ 32ാമത്തെ അംഗരാഷ്ട്രം ഏതാണെന്ന് കൂടി പഠിച്ചു നോക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വീഡൻ എന്ത് ചെയ്തു, 2024 32ാമത്തെ നാറ്റോയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 31 ശേഷം 32ാമത് വരുന്നത് ഈ സ്വീഡനാണ്. സ്വീഡൻ എന്ത് ചെയ്തു, നാറ്റോയിൽ 32ാമത്തെ മെമ്പറായിട്ട് കയറിയിട്ടുണ്ട്. അതും കൂടി ഓർത്ത് നോക്കണം. ഇനി എന്തിനായി നാറ്റോ നടന്നത്? അതായത് ശീതയുദ്ധകാലത്ത് കോൾഡ് വാറിൻ്റെ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള പടിഞ്ഞാറ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു സഖ്യമാണ് ഇത് നടന്നത്, നാറ്റോ നടന്നത്. അതായത് നോർത്ത് അറ്റ്ലാന്റിക്, ഓക്കെ, ആ ജസ്റ്റ് അറ്റ്ലാന്റിക്കിൻ്റെ നോർത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി നാറ്റോ രൂപീകൃതമായപ്പോൾ 12 ആയിരുന്നു ഉള്ളത്, പക്ഷേ ഇപ്പോൾ 32 ഉണ്ട് കേട്ടോ. അപ്പോൾ 20 പേര് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നാറ്റോ പറയുകയാണെങ്കിൽ അതുകൂടി ഒപ്പം തന്നെ ഒന്ന് ചേർത്ത് പാടേണ്ടതാണ് ഏത്, വാഴ്സ പാക്ട് നടന്നത്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാഴ്സ പാക്ട് നടന്നത് അമേരിക്ക അവിടെ നാറ്റോ സഖ്യം രൂപീകരിച്ചപ്പോൾ USSRൻ്റെ നേതൃത്വം, അതായത് റഷ്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഏത്, ഈ വാഴ്സ എന്നുള്ളത്. അപ്പോൾ നാറ്റോ സഖ്യത്തിന് ബദലായിട്ട് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സംഘടനയാണ് ഈ വാഴ്സ. പക്ഷേ വാഴ്സ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് 1991 വാഴ്സ പാക്റ്റൊക്കെ പിരിച്ചു വിടുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് വാഴ്സ പാക്ട് എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. USSRൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, വാഴ്സ പാക്ട് വരുന്നത്. അപ്പോൾ വാഴ്സ നാറ്റോ തമ്മിൽ എന്താണ് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് അവിടെ ഓർത്ത് നോക്കാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള തിരഞ്ഞെടുത്ത് ഏതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം. ഇതൊക്കെ സ്ഥിരം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഇതിൽ ശരിയായിട്ടുള്ള ഏതാണെന്നുള്ളത് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക. ഏറ്റവും വൃത്തിക്കറിയാവുന്നത് ശരിയിട്ടിട്ട് എന്ത് ചെയ്യുക. പിന്നെ അത് ഓപ്ഷനിൽ ABCDയിൽ വരുന്നുണ്ട് ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാതെ 4 വായിച്ച് 4 ശരിയും തെറ്റും എന്നുള്ള എന്ത് ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ 2ഉം 4ഉം ആണ് ഇതിൽ ആൻസർ ശരിയായിട്ട് വരുന്നത്. ഒന്ന് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതേപോലെ യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാടാണ്. എന്നാൽ ബാക്കിയുള്ളതൊന്നും ശരിയല്ല. സമത്വ സമാജം എന്താണ്, വൈകുണ്ഠ സ്വാമികളാണ്. അതേപോലെ സഹോദര പ്രസ്ഥാനം, സഹോദര സംഘം എന്നൊക്കെ പറയുന്നത് സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അത് രണ്ടും തെറ്റായതുകൊണ്ടാണ് അത് രണ്ടും തെറ്റായിട്ട് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സമത്വ സമാജമില്ല, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ 1836 രൂപീകരിക്കുന്നത്. ഇയറും പഠിച്ചു നോക്കണം. 1836 എന്ത് ചെയ്യുന്നത്, സമത്വ സമാജം രൂപീകരിക്കുന്നത്. ഇനി സഹോദര സംഘം, ഞാൻ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ 2 സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. സഹോദര സംഘവും അതേപോലെ ശ്രീനാരായണ സേവിക സമാജവും, അത് രണ്ടും പഠിച്ചു നോക്കണേ. സഹോദരൻ അയ്യപ്പൻ്റെ സംഘടനയാണ് ഇത് രണ്ടും. അതാണ് എക്സ്ട്രാ ഫാക്ട്സ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി പറയും. മൗണ്ട് ബാറ്റൺ ആയിരുന്നു അന്നത്തെ എന്താണ് പറയുന്നത്, വൈസ്രോയി നടന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഉൾപ്പെടാത്തത് എന്നുള്ളത് എന്ത് ചെയ്യുക, അതൊന്ന് വട്ടിട്ട് നോക്കുക. കാരണം ഇനി ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉൾപ്പെടാത്തതാണ് എന്തിന് എന്നുള്ളത് എന്ത് ചെയ്യും, മൈൻഡിലേക്ക് കൂടി വരും. ഒന്ന് ജസ്റ്റ് വട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടാത്തത് ആദ്യത്തെ മാത്രമേ ഉൾപ്പെടാത്തതുള്ളൂ. അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒന്നും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ അതിനുശേഷം വന്ന എന്താണ് പല രീതിയിലുള്ള റൂൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുന്നത്. ഇനി 2ാമത്തെ 3ാമത്തെ 4ാമത്തെ അപ്പോൾ ശരിയാണ്. എന്താ, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ
അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബും ബംഗാളും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിച്ചിട്ടുമുണ്ട്, അതാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതിൽ തെറ്റ് നടന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ അത്രത്തോളം ചോദിച്ചിട്ടില്ല, ഇങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതി ഇത്ര ഡീപ്പായിട്ടൊന്നും. പക്ഷേ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. റാങ്ക് ഫയലെല്ലാം ഏകദേശം കോമൺ റാങ്ക് ഫയൽ എല്ലാത്തിലും എന്തുണ്ട് ഈ ഒരു ഫാക്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഇതൊക്കെ റാങ്ക് ഫയലിലെ ഫാക്റ്റാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയോ അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ, അപ്പോൾ 1947 കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഓഗസ്റ്റ് 15 മുമ്പ് അത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. അപ്പോൾ അന്നും മൗണ്ട് ബാറ്റൺ ആണ്. ഇനി സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അത് ആ പോസ്റ്റ് നെയിം അറിയപ്പെട്ടത് എന്താണ്, ഗവർണർ ജനറൽ എന്നാണ്. സോ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്, ഈ മൗണ്ട് ബാറ്റൺ ആണ്. അപ്പോൾ അവസാനത്തെ വൈസ്രോയി എന്ന് ചോദിച്ചാലും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും മൗണ്ട് ബാറ്റൺ തന്നെയാണ്. അപ്പോൾ മൂപ്പര് കൊണ്ടുവന്ന ആ പ്ലാനാണ് എന്ത്, മൗണ്ട് ബാറ്റൺ പ്ലാൻ. അപ്പോൾ ആ പ്ലാൻ അറിയപ്പെടുന്ന ഒരു പേര് കൂടി ഉണ്ട്, എന്താ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന ഒരു പേര് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടാക്കി തരാം. ഇത് നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് പഠിക്കണം. ഒന്ന് ജൂൺ 3 പ്ലാൻ. ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബാൾക്കൻ പ്ലാൻ, അതേപോലെ ഡിക്കി ബേർഡ് പ്ലാൻ. ഇതൊക്കെ ഈ മൗണ്ട് ബാറ്റൻ്റെ ഈ പ്ലാനിനെ പറയുന്ന പേരാണ്. ഇനി നിങ്ങൾക്ക് താഴെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം, ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി അതിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഞാനിത് ഓരോന്നായിട്ട് മഞ്ഞയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ, പഞ്ചാബ് ബംഗാൾ രണ്ടായി വിഭജിക്കേണ്ടതാണെന്ന് ആശയം കൊണ്ടുവന്നതാരാ, ഈ മൗണ്ട് ബാറ്റൺ പ്ലാനാണ്. അതേപോലെ വടക്കു പടിഞ്ഞാറ് അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിത പരിശോധന നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതും ഈ മൗണ്ട് ബാറ്റൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, അതും കൂടി ഒന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി ഇതുമായിട്ട് വന്നപ്പോൾ കഴിഞ്ഞില്ല കേട്ടോ. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ്റെ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കണേ. കാരണം ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളോട് ചോദിക്കും. മൗണ്ട് ബാറ്റൺ പദ്ധതി കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ അവിടെ വരും. മുസ്ലിം ലീഗും കോൺഗ്രസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താ, മുസ്ലിം ലീഗ് അംഗീകരിക്കും കാരണം പാകിസ്ഥാൻ രൂപീകരിക്കുന്നുണ്ട്, കോൺഗ്രസ് അംഗീകരിക്കും കാരണം സ്വാതന്ത്ര്യം കിട്ടുവാണല്ലോ. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തി കൂടി വരുന്നുണ്ട്, സിറിൽ റാഡ്ക്ലിഫ്. നിങ്ങൾ റാഡ്ക്ലിഫ് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് ഇത്, ഈ സിറിൽ റാഡ്ക്ലിഫ്. നിങ്ങൾ റാഡ്ക്ലിഫ് ലൈൻ എന്നൊക്കെ കേട്ടില്ലേ, റാഡ്ക്ലിഫാണ് എന്ത് ചെയ്യുന്നത്, അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെട്ടത്. അങ്ങനെ അധികാര കൈമാറ്റത്തിനായിട്ട് 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ചതും ആര് തന്നെയാണ്, ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി തന്നെയാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച ഒരു വ്യക്തിയാണ് എന്ത്, VP മേനോൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വാപ്പള പങ്കുണ്ണി മേനോനെ പറ്റി. മൂപ്പര എന്തായിരുന്നു ഓർമ്മയില്ല, 2 ബുക്കുകൾ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ്. പിന്നെന്താ, ഒഡീഷയുടെ ഗവർണറായിരുന്നു, പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സിന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തി കൂടിയാണ് ആര്, ഈ VP മേനോൻ. ഇനി ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്റ്റായിട്ട് മാറുന്നുണ്ട്. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അത് ആക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. നല്ല സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ 1947 ആക്റ്റായിട്ട് മാറുന്നതും ഈ മൗണ്ട് ബാറ്റൻ്റെ ഈ ഒരു പദ്ധതി പ്രകാരം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണേ. കാരണം ഇതൊക്കെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ റാങ്ക് ഡിറ്റർമിനിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. കാരണം ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്നും ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷേ എഴുതാനും പറ്റും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ കേട്ടോ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ഒരു വട്ടം ഇടുക, ശരിയായ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേതാ ശരിയായിട്ടുള്ളത്, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ ഏതാണെന്നുള്ളത്. ഇതിൽ 2, 3 ശരി. എന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അതേപോലെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡ്രോയിനെറ്റ് കേട്ടോ. ആൻഡ്രോയിനെറ്റ് എന്നാണ് പഠിക്കുക. എന്തോ ആട്ടെ, നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കത്തും. എന്തായാലും നമ്മളിത് പഠിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് കൂടിയാണ് ഇത്. ഇതിൽ 15 ഞാൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതില്ല. കാരണം ഇവർ ഏകദേശം ലൂയി 14, ലൂയി 15, ലൂയി 16 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവർ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ ഇല്ലേ 15, 16, 14 വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം ഞാൻ മുമ്പ് പഠിച്ചപ്പോൾ കണക്ട് ചെയ്തത് 15 നോക്കിയാൽ നിങ്ങൾ നഞ്ച എന്ന് വെച്ചാൽ എന്താ, നഞ്ച ഭൂമി എന്നൊക്കെ പറയില്ല നമ്മൾ, ചതുപ്പ് നില, നഞ്ച അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നഞ്ചയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്ന് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. പിന്നെ നിങ്ങൾക്ക് റൊട്ടിയിൽ എന്നൊക്കെ കേക്ക് കഴിച്ചൂടെ. ഓക്കെ, അപ്പോൾ മേരി ക്രിസ്മസ്
നിങ്ങൾ പറഞ്ഞ മേരി എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഫസ്റ്റ് ഒരു ഓർമ്മ വരിക? മേരി ക്രിസ്മസ് എന്ന് പറയുന്നില്ല. മേരി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ എപ്പോൾ ഓർമ്മ വരിക? ഒരു കേക്കാണ് അല്ലേ? മേരി ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത്. സോ അതും അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഇനി ഈ ആദ്യത്തെ ഓപ്ഷൻ എ ഉണ്ടായിരുന്നില്ല, അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 കേട്ടോ. ലൂയി 14, അതായത് ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനെ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14. ഓക്കെ, അപ്പോൾ മറന്നുപോലല്ലോ. 15 ഞാൻ പറഞ്ഞു, നഞ്ച പ്രളയം, അങ്ങനെ രീതിയിൽ ഓർത്തുക്കുക. 14 എന്ത് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഇനി ലൂയി 15 പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇതുകൂടി ഉണ്ട്, കോട്ട് കൂടി, ഞാനാണ് വിപ്ലവം. ഓക്കെ, ഞാനാണ് വിപ്ലവം എന്ന് പറയുന്നത് നെപ്പോളിയനാണ്. ഞാനാണ് വിപ്ലവം എന്ന് പറയുന്നത് നെപ്പോളിയൻ. അപ്പോൾ വിപ്ലവം നെപ്പോളിയൻ, അത് ഒരു ടോൺ അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാനാണ് വിപ്ലവം ഓക്കെ എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയനാണ്. ഇനി അതേ സമയത്ത് തന്നെ ഈ ഫ്രഞ്ച് ഇതൊക്കെ ഫ്രഞ്ച് ആയിട്ട് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ കുറച്ച് ആളുകളുണ്ട്, അവിടുത്തെ റിനേസൻസ് ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതിലൊരാളാണ് ഈ റൂസോ. ഓക്കെ, ഫ്രഞ്ചുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഫ്രഞ്ചിൽ ഇയാൾ പറഞ്ഞ 2 കോഡ്സ് ഉണ്ട്. എന്താ? മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും എന്താണ്? ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. അതേപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ഈ റൂസോ തന്നെയാണ് കേട്ടോ. അപ്പോൾ റൂസോനെ ഒന്ന് ഓർത്തോക്കണേ. റൂസോനെ ആ 2 കോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തോക്കണം. അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലിലാണ് എന്നുള്ളത് എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഓർത്തോക്കാം? റൂസോ എന്നുള്ളത് രസോ എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ? ചങ്ങലയിലിട്ടാൽ എന്ത് ഉണ്ടാവില്ല? വലിയ രസം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എന്തിട്ടാൽ മതി, അങ്ങനെ ഒന്ന് ഓർത്ത് വെട്ടാൽ മതി. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവം പറയുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഇന്ത്യയിലുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ ഓർത്തോക്കണം. അതാരാണ്? ഈ ടിപ്പു സുൽത്താനാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം ചെലുത്തിയ ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പൗരനായ ടിപ്പു അല്ലെ സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തെന്നറിയോ? ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായിട്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്തത്? ഒരു മരം നട്ടു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നറിയപ്പെടുന്നത്, ട്രീ ഓഫ് ലിബർട്ടി. അപ്പോൾ അദ്ദേഹമാണ് അത് നട്ടത്. അതേപോലെ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ എന്ത് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം അംഗമാവുകയും ചെയ്തു. അപ്പോൾ ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റ് ആട്ടോ. ഒത്തിരി ഇടയ്ക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് നോക്കണം. അപ്പോൾ ടിപ്പു സുൽത്താനാണ് പൗരനായ ടിപ്പു എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ്. അതേപോലെ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം, അതേപോലെ ജാക്കോബിയൻ ക്ലബ്ബും. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഓർത്ത് നോക്കണം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിക്കുന്നത്. പെനിൻസുലാർ ഇന്ത്യ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇന്ത്യ മൊത്തമായിട്ട് വരക്കുവാണെങ്കിൽ നോക്കേ, ഈ ഭാഗമാണ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം 3 ഭാഗം വെള്ളത്തെ ചുറ്റപ്പെട്ടല്ല, അതിനെയാണ് പെനിൻസുലാർ എന്ന് പറയുന്നത്. പിന്നെ മുകളിലോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ എന്താണ്? 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുക. അപ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഏതാ? അത് ഗോദാവരിയാണ്. ഓക്കെ, ഗോദ എന്ന് പറയുന്നതിന് വലിയത് എന്നുള്ളൊരു ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഗോദയിലൊക്കെ വലിയ ആളുകളൊക്കെ കാണും, വലിയ മല്ലന്മാരെയൊക്കെ അല്ലേ ഗോദയിൽ കാണും. അപ്പോൾ വലിയ നദി ഗോദാവരി എന്നുള്ള എന്ത് ചെയ്യുന്ന ഒന്ന് അങ്ങനെ ആട്ട് ചെയ്താൽ മതി. ഈ ഗോദാവരിയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചേക്കണേ. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഗോദാവരിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി. അതേപോലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാലും ഏത് തന്നെയായിരിക്കും? അപ്പോൾ ഈ ഗോദാവരി തന്നെയാണ്. ഈ ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിൽ വലിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നാസിക്കാണ്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ നാസിക് ജില്ലയിൽ നിന്നല്ലേ ഇത് ഉത്ഭവിക്കുന്നത് തന്നെ. അപ്പോൾ നാസിക് ഒന്ന് എന്ത് ചെയ്യണം? അവിടെ ഒന്ന് ഓർത്ത് നോക്കണം. ഇനി ഈ ഗോദാവരിയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ആഘോഷമുണ്ട്, പുഷ്കരം ഫെസ്റ്റിവൽ. ഓക്കെ, പുഷ്കരം അല്ലെ പുഷ്കാരം എന്നൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ പുഷ്കരം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഒന്നുകൂടി ഒന്ന് അവിടെ ഓർത്തോക്കണം. ഇനി ഗോദാവരിയുടെ ജില്ലയിൽ ഒരു ജലസേചന പദ്ധതി ഉണ്ട്. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഒരു ജലസേന പദ്ധതിയാണ് ഇത്, പോളാവരം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒക്കെ കേൾക്കാം പോളാവരം എന്നുള്ളത്. എന്താണ് പോളാവരം ഡാമോ അതുപോലെ ജലസേചന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഗോദാവരി നദിയാണെന്ന് എന്ത് ചെയ്യുന്ന ഒന്ന് അവിടെ ഓർത്തുക്കുക. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏത് നഗരത്തിൽ കൂടിയാണ്? ഗ്രീൻവിച്ച്. നമ്മളത് പഠിക്കും. ഗ്രീൻവിച്ച് ലൈനിൽ കൂടി, ഗ്രീൻവിച്ച് നഗരത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈം മെറിഡിയൻ. ഈ പ്രൈം മെറിഡിയൻ എന്താണെന്നുള്ള അറിയോ എനിക്ക്?
ഓക്കെ, സമയം നിർണ്ണയിക്കുന്ന രേഖയാണ് ഈ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ ഈ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി ഇങ്ങനെയാണെങ്കിൽ രേഖാംശ രേഖ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്, മുകളിലോട്ട് ഒരു വര, മുകളിലോട്ടുള്ള വര. അപ്പോൾ ഈ വരയാണ് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. കാരണം ഈ രേഖ കടന്നു പോകുന്നത് എവിടെയാണെന്ന് അറിയോ, അതായത് ഇംഗ്ലണ്ടിലുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ രേഖ കടന്നു പോകുന്നത് ഒരു സ്ഥലം. അങ്ങനെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ സമയം നിർണ്ണയിക്കുന്നതുകൊണ്ട് തന്നെ ഈ രേഖ എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഗ്രീൻവിച്ച് രേഖയാണ് പ്രൈം മെറിഡിയൻ എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോണിലോ അല്ലെങ്കിൽ വാച്ചിലൊക്കെ ചിലതൊക്കെ നോക്കുമ്പോൾ GMT എന്ന് കാണാം. ഓക്കെ, GMT എന്ന് വെച്ചാൽ എന്താ, ഗ്രീൻവിച്ച് മീൻ ടൈം എന്നാണ് അർത്ഥാക്കുന്നത്. അതായത് ഒരു പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഈ ഗ്രീൻവിച്ച് മീൻ ടൈമിനെ വെച്ചിട്ടാണ്. ഇന്ത്യയിലൊക്കെ ഒരു പ്ലസ് ഇങ്ങനെ കാണാം, നിങ്ങൾക്ക് +5:30 എന്നാണ് കാണാം. അതായത് ഗ്രീൻവിച്ച് മീൻ ടൈമിന് 5:30 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇന്ത്യൻ ടൈം കിട്ടും. ഓക്കെ, അതാണ് ചിലതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോണൊക്കെ ഓഫായിട്ട് റീസെറ്റ് ചെയ്തിട്ട് തുടങ്ങുമ്പോൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ GMT എന്നൊക്കെ കാണും. അപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. സോ ഈ ഗ്രീൻവിച്ച് സമയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി അതേപോലെ തന്നെ സമയമേഖലകളുണ്ട് നമുക്ക്. സമയമേഖല എന്താ, ഈ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് 1 മണിക്കൂർ വീതമുള്ള എത്ര മേഖലകളാക്കിയിട്ടാവും, അപ്പോൾ 24 സമയമേഖലകളുണ്ട്. ഓക്കെ, അത് ഓർത്തോക്കണേ. 1 മണിക്കൂർ വീതമുള്ള 24 സമയമേഖലകളാക്കിയിട്ട് എന്തിനെ വേർതിരിച്ചിട്ടുണ്ട്, ലോകത്തെ തിരിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. ഇപ്പോൾ ടൈമിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഇനി അപ്പോൾ എന്തായിരിക്കും ഇനി ബാക്കി ഉണ്ടാവുക, ഡേറ്റ് ആണ്. ഇനി ബാക്കി വരുന്ന ഡേറ്റ്, അതായത് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയും. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് കടന്നു പോകുന്നത് എവിടെ കൂടിയാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അത് ഡേറ്റ് മാറുന്നത് കൊണ്ട് തന്നെ അത് ഒരു പ്രത്യേക സ്ഥലത്തു കൂടി എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകും. അത് കടലിൽ കൂടി കടന്നു പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറ്റിയത്. കാരണം കടലിൽ കൂടി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു രാജ്യത്തെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് ഇപ്പുറം വേറൊരു ദിവസവും അപ്പുറം വേറൊരു ദിവസം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതാകെ കൺഫ്യൂഷൻ ആവും അവിടെ. പക്ഷേ കടലാണെങ്കിലോ, കടൽ കൂടിയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം വേറെ രാജ്യമായിരിക്കും വരുന്നത്, ആ സൈഡിൽ വരുന്നത് വേറെ രാജ്യമായിരിക്കും. അതുകൊണ്ടാണ് അത് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ജനവാസമുള്ള ദ്വീപുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, ആ രേഖയൊക്കെ. അന്നേരം വൃത്തിക്ക് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം കേട്ടോ, കടന്നു പോകാത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക, കടന്നു പോകാത്ത സംസ്ഥാനം എന്നുള്ളത്. ഏത് സംസ്ഥാനത്ത് കൂടിയാണ് കടന്നു പോകാത്തത്, ഒഡീഷയിൽ കൂടി എന്ത് ചെയ്യുന്നില്ല, അത് കടന്നു പോകുന്നില്ല. ഞാൻ അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത്, ഉത്തരായന രേഖ. ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കേട്ടോ. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പറയാം, ക്യാൻസർ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖയാണ്. അത് ഇന്ത്യയിലെ ഒത്തിരി പേർക്ക് ഇപ്പോൾ ക്യാൻസർ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെച്ചാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കിട്ടും, ഉത്തരായന രേഖ. ഇനി ഉത്തരായന രേഖയുടെ കടന്നു പോകുന്നത് നിങ്ങൾ നോക്കിയേ, ഇവിടെയൊക്കെ കാണാൻ പറ്റും. നോക്കിയേ, ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പിന്നെ എന്താണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, മിസോറാം, ഇത്രയും സ്ഥാനങ്ങളുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട് ഏതൊക്കെ സംസ്ഥാനത്ത് കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. 8 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട് കേട്ടോ. 8 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഇടയ്ക്കൊക്കെ ഇത് എടുത്ത് ചോദിക്കുന്നതാണ്. ഈ 8 നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, പശ്ചിമ ബംഗാൾ, മിസോറാം. എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് പഠിച്ചോളാം. ഇനി ഉത്തരായന രേഖ പറഞ്ഞു 23.5 ഡിഗ്രി വടക്കിന് രേഖയാണ് എന്ത്, ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉത്തരായന രേഖ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടി ഓർത്തോക്കണേ. ഉത്തരായന രേഖയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും അതേപോലെ തെക്കേ ഇന്ത്യ ദക്ഷിണേന്ത്യ എന്നും എന്ത് ചെയ്യുന്നത്, വേർതിരിക്കുന്നത്. ഇനി ഈ ഉത്തരായന രേഖയില്ലേ, ഇത് ഉത്തരായന രേഖ 2 തവണ മുറിച്ച് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു നദിയുണ്ട്. ഏതാ നദി, മാഹി നദിയാണ്. ഓക്കെ, അതും ഒന്ന് ഓർത്തോക്കണം, കാരണം അത് ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണിത്. മാഹി റിവർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഫാസ്റ്റ് ഫാക്ട് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിച്ചോ. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം, ഇന്ത്യൻ നഗരം ഉദയ്പൂർ കേട്ടോ. ത്രിപുരയിലുള്ള ഉദയ്പൂരാണ്. അത് ഒരു ചെറിയൊരു ഫാക്റ്റാണ്, ഒന്ന് ഓർത്തോക്കുക. അതേപോലെ ഉത്തരായന രേഖ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് അഹമ്മദാബാദാണ്. അപ്പോൾ ഇത് 2 ചെറിയ ഫാക്റ്റാണ്, വലുതായിട്ടൊന്നും ഇത് ചോദിച്ചു കണ്ടില്ല, എന്നാലും ചോദിക്കാം, ചെറിയ എക്സാമിനൊക്കെ ചോദിക്കാം, ചാൻസുള്ള ടൈപ്പ് ക്വസ്റ്റ്യനാണ് അതാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഓർത്തോക്കണം, ഈ 8 സംസ്ഥാനങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കൊക്കെ എടുത്ത് ചോദിക്കുന്നതാണ്. 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരായന രേഖ മുറിച്ച് കിടക്കുന്നത് എന്നുള്ളത്.
അതേപോലെ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ഏക ലൈൻ എന്ന് പറയുന്നത് ഉത്തരായനരേഖ മാത്രമേ ഉള്ളൂ. ഈ ഭൂമധ്യരേഖ ഉണ്ട്, അത് ഇന്ത്യയുടെ തൊട്ട് താഴെ കൂടിയാണ് പോകുന്നത്. ഇതുവഴി ഇങ്ങനെയാണ് ഭൂമധ്യരേഖ പോകുന്നത്, അതായത് 0 ഡിഗ്രി ആയിട്ടുള്ള ഭൂമധ്യരേഖ പോകുന്നത്. ഇത് ഉത്തരായനരേഖ 23.5 ഡിഗ്രി വടക്കുള്ള. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തെക്കേ അമേരിക്ക ആണ് എൽനിനോ. ഓക്കെ, തെക്കേ അമേരിക്ക. എൽനിനോയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുതരാം. ഒന്ന്, എൽനിനോയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് ഇത് എൽനിനോയിൽ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏത് സമുദ്രത്തിലാണ് ഇത് ഉണ്ടാകുന്നതാണ്. പസഫിക് സമുദ്രത്തിലാണ് എൽനിനോ. അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി ലാനിന, അത് രണ്ടും വരുന്നത് പസഫിക് സമുദ്രത്തിൽ കേട്ടോ, അത് ഓർത്ത് നോക്കണേ. അതായത് മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലവും അതേപോലെ സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും അടവുള്ള തണുത്ത പെറൂവിയൻ പ്രവാഹങ്ങളെ തള്ളിമാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉഷ്ണജലെത്തുന്ന, അതായത് പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലെത്തുന്ന പ്രതിഭാസമാണ് എൽനിനോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്ത് നോക്കണേ, എൽനിനോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എൽനിനോയുടെ ഒപ്പം ലാനിനയും കൂടി നിങ്ങൾ പഠിക്കണം. ലാനിനയും കൂടി പഠിക്കണേ. ഇതൊക്കെ റാങ്ക് ഫയലിലുള്ള ഫാക്ട് തന്നെയാണ്. റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് എൽനിനോ ലാനിനോ ഒക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അതിൽ ചെറിയ എവിടെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളതും ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതാണ് അതിൽ മെയിനായിട്ട് വേണ്ടത്. സോ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. മറ്റേ ക്വസ്റ്റ്യൻസ് കേട്ടോ, 11 മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, വേറൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി. ടെലഗ്രാമിൽ സോൾവിറ്റ് എന്ന് അടിച്ചാൽ വരും. സോൾവിറ്റിൻ്റെ ചാനലിൽ പോയിട്ട് കഴിഞ്ഞാൽ അവരെ വിത്ത് ഫൈനൽ കീ കേട്ടോ, ഏറ്റവും ലാസ്റ്റിലാണ് ഫൈനൽ കീ ഉണ്ടാവുക, ഏറ്റവും ലാസ്റ്റ് പേജിലാണ് ഉണ്ടാവുക. ഫൈനൽ കീ മാത്രമേ കൊടുക്കാറുള്ളൂ. പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറും. അതുകൊണ്ട് ഫൈനൽ ആൻസർ കീ മാത്രമേ എപ്പോഴും കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഫുൾ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിർത്തുവാണേ, ബൈ.